2021 ജൂൺ 10 വയനാട് ജില്ലയിലെ പനമരം നെല്ലിയമ്പത്ത് ഏക്കർ കണക്കിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാപ്പിത്തോട്ടം. ആ കാപ്പിത്തോട്ടത്തിന് ഒത്തുനടുക്കായി ഒരു ഇരുനില വീട്. കായികാധ്യാപകനായിരുന്ന 75-കാരൻ കേശവനും 70-കാരിയായ ഭാര്യ പത്മാവതിയും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. സമയം ഏതാണ്ട് രാത്രി 8:30. പെട്ടെന്നാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാർ ആ അലർച്ച കേട്ടത്. രാത്രി സമയത്ത് എന്താണ് അവിടെ നിന്നൊരു അലർച്ച? പെട്ടെന്ന് തന്നെ അയൽവാസികൾ ആ വീട്ടിലേക്ക് ഓടിയെത്തി. വീട്ടിൽ കയറിയവർ കണ്ടത് അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന കേശവൻ, ഗുരുതരമായി പരിക്കേറ്റ് തൊട്ടപ്പുറത്ത് ബോധരഹിതയായി കിടക്കുന്ന ഭാര്യ പത്മാവതി. പെട്ടെന്ന് തന്നെ പത്മാവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പനേരത്തിന് ശേഷം അവരും മരണത്തിന് കീഴടങ്ങി. ആരായിരിക്കും ആ ഇരട്ടക്കൊലയ്ക്ക് പിന്നിൽ? മുഖംമൂടി ധരിച്ചെത്തിയ ആ കൊലയാളികൾ ആരാണ്? ആ ചോദ്യത്തിന് പിന്നാലെ കേരള പോലീസ് നടത്തിയ യാത്ര ചുരുളഴിച്ചത് ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു. ആരും അറിയാതെ മറഞ്ഞിരുന്ന ആ കൊലയാളിയുടെ വില്ലനായ മൊബൈൽ ഫോൺ. പത്മാവതിയുടെ അലർച്ച കേട്ടാണ് നാട്ടുകാർ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. എന്നാൽ അവരെത്തും മുൻപ് തന്നെ അക്രമികൾ സ്ഥലം വിട്ടിരുന്നു. മുഖംമൂടി ധരിച്ചയാളാണ് കൊലപാതകി എന്ന് പാതി ബോധത്തിൽ പത്മാവതി തന്നെയാണ് നാട്ടുകാരോട് പറഞ്ഞത്. പത്മാവതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാമെന്നാണ് നാട്ടുകാരും പോലീസുമെല്ലാം ആദ്യഘട്ടത്തിൽ കരുതിയത്. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അവരും മരിച്ചു. ആരായിരിക്കും ആ 2 കൊലപാതകത്തിനും പിന്നിൽ? ഈ ചോദ്യം പോലീസിനെ വല്ലാതെ കുഴക്കി. കേശവനും ഭാര്യ പത്മാവതിയും നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. ഇവർക്ക് പറയത്തക്ക ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കായികാധ്യാപകനായ കേശവൻ മാഷിനോട് വിദ്യാർത്ഥികൾക്കും വളരെ ബഹുമാനമായിരുന്നു. സ്ഥലത്തെ പ്രധാന പരിപാടികളെല്ലാം അദ്ദേഹത്തിന് പ്രഥമ സ്ഥാനമുണ്ടായിരുന്നു. കോവിഡ് വന്നതോടെ പുറത്തുപോലും ഇറങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമത്തിനിടെയായിരിക്കും കൊലപാതകമെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ചു. അങ്ങനെ തന്നെ അന്വേഷണവും നീണ്ടു. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ കേസിൽ അടിമുടി ദുരൂഹതയുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകമെങ്കിൽ ആ വീട്ടിലെ സ്വർണവും മറ്റു പണവുമെല്ലാം കവർച്ച ചെയ്യേണ്ടതല്ലേ? പക്ഷേ അവിടെ നിന്ന് വിലപ്പെട്ടതൊന്നും കളവ് പോയിരുന്നില്ല. മാത്രമല്ല, കൊല്ലപ്പെട്ട പത്മാവതിയുടെ ദേഹത്തുള്ള ആഭരണങ്ങളും മോഷ്ടിച്ചിരുന്നില്ല. കൊലപാതകം നടന്ന സമയത്ത് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കില്ലേ കൊലപാതകി? കേശവനോ പത്മാവതിയോ തന്നെ ആയിരിക്കില്ലേ അയാൾക്ക് ആ വീടിന്റെ മുൻവാതിൽ തുറന്നു കൊടുത്തത്? കൊലപാതകി മുൻവാതിലിലൂടെ ആയിരിക്കുമോ വീടിനുള്ളിൽ കയറിയിരിക്കുക? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനലിന്റെ 2 അഴികൾ എടുത്തു മാറ്റിയത്? അങ്ങനെ പോലീസിന് സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കൊലപാതകം കോവിഡ് കാലത്തായിരുന്നു. ലോക്ക്ഡൌൺ ആയതിനാൽ തന്നെ പ്രതികൾ ജില്ല വിട്ടുപോകാൻ സാധ്യതയില്ലെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. അങ്ങനെ പ്രതിക്കായവർ അന്വേഷണം ഊർജിതമാക്കി. മാനന്തവാടി ഡിവൈഎസ്പി AP ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം 10ഓളം ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയത്. സംഭവം നടന്ന വീടിന്റെ പരിസരം അവർ വിശദമായി പരിശോധിച്ചു. കൊലയാളി അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെച്ചിരിക്കുമെന്ന് പോലീസ് സംശയിച്ചു. അങ്ങനെ സംഭവം നടന്ന വീടും പരിസരവും തൊട്ടടുത്തുള്ള കൃഷിയിടവും കുളവും വയലുകളും പുഴകളും തുടങ്ങി വീടിന് 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലായിടങ്ങളും പോലീസ് അരിച്ചുപെറുക്കി. എന്നാൽ തെളിവുകൾ ഒന്നും അവശേഷിക്കാതെ അതിസമർത്ഥമായായിരുന്നു പ്രതി മുങ്ങിയത്. 2 പേരായിരിക്കും കൊലപാതകത്തിന് പിന്നിൽ. ഇതായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. 2 പേർക്കും കുത്തുകിട്ടിയ രീതി നോക്കുമ്പോൾ ഒരു ഇടംകയ്യനാണ് അവരെ കുത്തിയതെന്നും പോലീസിന് മനസ്സിലായി. അങ്ങനെ ആ ഇടംകയ്യനെ കണ്ടെത്താനായി പോലീസ് വലവിരിച്ചു. കേശവന്റെ വീടിന് പരിസരത്തുള്ള ആരോ ആയിരിക്കും കൊലപാതകി എന്ന് പോലീസിന് ഏറെക്കുറെ സംശയമുണ്ടായിരുന്നു. കൊലപാതകം നടന്ന സമയത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനാലും കൊലപാതകം നടന്ന ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചതുകൊണ്ടും പ്രതി രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് സമീപവാസികളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. അങ്ങനെ ആ രീതിയിലായിരുന്നു അന്വേഷണവും പുരോഗമിച്ചത്. സംഭവശേഷം കടന്നു കളഞ്ഞ പ്രതി വീട്ടിലോ പരിസരത്തോ കാര്യമായ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ പോയതിനാൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയായിരുന്നു ഇത് എന്ന് പിന്നാലെ പോലീസ് ഉറപ്പിച്ചു. അങ്ങനെ കുടുംബത്തിലുള്ളവരെയും ബന്ധുക്കളെയും കേശവന്റെ വീട്ടിൽ തൊഴിലെടുത്തവരെയും കമുങ്ങിന് മരുന്നടിക്കാൻ എത്തിയവരെയും നാട്ടുകാരിൽ ചിലരെയും പോലീസ് ചോദ്യം ചെയ്തു. അതിനിടെ സംഭവം നടന്ന വീടിനടുത്ത് നിന്ന് രക്തക്കറ പുരണ്ട തുണിയുടെ ഭാഗവും ഒരു സിഗരറ്റ് കവറും പോലീസിന് ലഭിച്ചു.
5 ലക്ഷത്തോളം മൊബൈൽ ഫോൺ കോളുകളും സമീപ പ്രദേശങ്ങളിലെ അടക്കം 150 CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. അവസാനം കൊലപാതകം നടന്ന 98-ാം ദിവസം പോലീസ് പ്രതിയെ പിടികൂടി. കേശവന്റെയും പത്മാവതിയുടെയും അയൽവാസി അർജുൻ. കേശവൻ നായരുടെ വീടിന്റെ തൊട്ടടുത്താണ് അർജുൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ അർജുന് ഈ വീടുമായി അടുപ്പമുണ്ടായിരുന്നു. 13 വർഷം മുൻപാണ് അർജുന്റെ അച്ഛൻ MP ബാബു കലുങ്കിൽ നിന്ന് വീട് മരിച്ചത്. മാനസികമായി തകർന്ന അമ്മ ഇന്ദിരയും പിന്നീട് മരണപ്പെട്ടു. ഇതോടുകൂടി അർജുനും സഹോദരനും ആ വീട്ടിൽ തനിച്ചായി. പിന്നീട് അങ്ങോട്ട് കോളനിക്കാരുടെയും കേശവന്റെയും പത്മാവതിയുടെയും എല്ലാം കരുതലിലാണ് അവൻ വളർന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് അടക്കമുള്ള പഠനം കഴിഞ്ഞ് ബംഗളൂരുവിലും ചെന്നൈയിലും ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമൊക്കെ അർജുൻ ജോലി ചെയ്തിരുന്നു. ലോക്ക്ഡൌൺ സമയത്താണ് അർജുൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ജോലി നഷ്ടപ്പെട്ടതോടെ അർജുൻ മാനസികമായി തളർന്നു. പിന്നീട് ജോലി അന്വേഷിച്ച് പലയിടത്തും നടന്നു. സമീപ പ്രദേശങ്ങളിൽ മറ്റൊരു തൊഴിലാളിയോടൊപ്പം കാട് വെട്ടുന്ന ജോലിയിലും ആ സമയത്ത് അർജുൻ ഏർപ്പെട്ടു. കയ്യിൽ പണമില്ലാതെ വന്നതോടെ അർജുൻ മോഷണത്തെ പറ്റി ചിന്തിച്ചു. ജോലി പോയ സമയത്ത് കേശവൻ നായരുടെ പത്മാലയം വീട്ടിലും അർജുൻ ഇടയ്ക്ക് ജോലിക്ക് എത്തിയിരുന്നു. ഈ സമയത്താണ് അവിടെ തന്നെ കയറി മോഷ്ടിക്കാം എന്ന ചിന്ത അർജുന് വന്നത്. പിന്നാലെ മോഷണം നടത്താനായി അർജുൻ പദ്ധതി തയ്യാറാക്കി. 2021 ജൂൺ 10-ാം തീയതി രാത്രിയോടെയാണ് അർജുൻ പത്മാലയം വീട്ടിലെത്തിയത്. വീടിന് പിൻഭാഗത്തെ ജനലിന്റെ 2 അഴികൾ പൊളിച്ചു നീക്കി അകത്ത് കയറാനാണ് ആദ്യം ശ്രമിച്ചത്. അഴികൾ പൊളിച്ചു മാറ്റി ജനലിലൂടെ തലയിട്ട് നോക്കിയപ്പോൾ അകത്തെ വെളിച്ചത്തിലൂടെ കേശവൻ നായർ TV കാണുന്നത് അർജുൻ കണ്ടു. അതുകൊണ്ട് തന്നെ ആ ശ്രമം ഒഴിവാക്കി. പിന്നീട് അർജുൻ വീടിന്റെ മുൻഭാഗത്തെത്തി വാതിലിന് മുട്ടി. എന്നിട്ട് അവിടെ ഒളിച്ചു നിന്നു. വാതിൽ മുട്ടുന്നത് കേട്ട് കേശവൻ നായർ വാതിൽ തുറന്നെങ്കിലും ആരെയും പുറത്തു കണ്ടില്ല. ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കാനായി കേശവൻ നായർ മുറ്റത്തേക്ക് ഇറങ്ങിയ തക്കം നോക്കി അർജുൻ വീട്ടിനകത്തേക്ക് കയറി ഒളിച്ചു നിന്നു. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറുന്നതിനിടെ അവന്റെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്നൊരു പാത്രം താഴെ വീണു. ഒച്ച കേട്ട് കേശവൻ നായർ എത്തിയപ്പോൾ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന അർജുനെയാണ് അദ്ദേഹം കണ്ടത്. രക്ഷപ്പെടാനായി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് അർജുൻ കേശവൻ നായരെ കുത്തി. ശബ്ദം കേട്ട് തടയാനെത്തിയ പത്മാവതിക്കും കുത്തേറ്റു. ഇരുവരും മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ മോഷണ ശ്രമം ഉപേക്ഷിച്ച് അർജുൻ ഓടി രക്ഷപ്പെട്ടു. കേശവൻ നായരും പത്മാവതിയും സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് അർജുനെ കണ്ടിരുന്നത്. ആ ചെറുപ്പക്കാരനാണ് ദമ്പതികളെ വകവരുത്തിയതെന്ന് വിശ്വസിക്കാൻ കേട്ടവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അർജുൻ നിരപരാധിയാണെന്ന് പല നാട്ടുകാരും പറഞ്ഞു. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ എല്ലാം തെളിഞ്ഞു. കേസിൽ 2000-ലധികം പേരുടെ വിരലടയാളങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അയൽവാസികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും എല്ലാം ചോദ്യം ചെയ്തു. ഇതിനിടയിൽ പോലീസ് അർജുനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചവരിൽ ഒരാൾ തന്റെ മൊബൈൽ ഫോൺ അടുത്തിടെ കളവ് പോയെന്ന് മൊഴി നൽകി. ഇതാണ് അന്വേഷണത്തിലെ നിർണായക തുമ്പായി മാറിയത്. മൊബൈൽ ഫോൺ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പോലീസ് ആ ഫോണിൽ അർജുൻ തന്റെ സിം ഇട്ട് വിളിച്ചതായി മനസ്സിലാക്കി. ഇതോടെ ആദ്യം വിട്ടയച്ച അർജുനെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചു. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ മാനന്തവാടി ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് കയ്യിൽ കരുതിയ എലിവിഷൻ കഴിച്ച് ജീവൻ ഒടുക്കാനും അർജുൻ ശ്രമിച്ചു. പ്രതിയാകാനുള്ള എല്ലാ സൂചനകളും ലഭിച്ചെങ്കിലും കൂടുതൽ ശക്തമായ തെളിവുകൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അർജുൻ പ്രതിയല്ലെന്നും കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നുമുള്ള വാദങ്ങൾ അന്ന് ഉയർന്നിരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും ലഭിച്ച വിരലടയാളവും രക്തക്കറ പുരണ്ട തുണിക്കഷ്ണവും സിഗരറ്റ് കുറ്റിയും പരിശോധനയ്ക്ക് അയച്ചതിൽ നിന്ന് പ്രതി അർജുൻ തന്നെയാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. വയോധിക ദമ്പതികളെ കുത്തിയത് ഒരു ഇടംകയ്യനാകാനാണ് സാധ്യത എന്ന ആദ്യഘട്ടം മുതൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. പ്രതി അർജുനും ഇടംകയ്യനായിരുന്നു. കേസ് അന്വേഷണത്തിൽ അർജുനെതിരെ ജ്യേഷ്ഠന്റെ മൊഴികളും നിർണായകമായിരുന്നു. കൊലപാതകം നടന്ന ദിവസം രാത്രി അർജുൻ വീട്ടിലെത്തി കത്തി കഴുകുന്നത് കണ്ടതായും ആ കത്തി തങ്ങളുടെ വീട്ടിലുള്ളതാണെന്നും ജ്യേഷ്ഠൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഫോറൻസിക് പരിശോധനയിൽ കത്തിയുടെ പിടിയോട് ചേർന്നുള്ള രക്തക്കറ കേശവന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. തെളിവെടുപ്പിൽ കണ്ടെത്തിയ അർജുന്റെ വസ്ത്രത്തിലും രക്തക്കറയുണ്ടായിരുന്നു. പരിശോധനയിൽ കേശവന്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള രക്തം തന്നെയാണ് അർജുന്റെ വസ്ത്രത്തിലും ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചു. വസ്ത്രത്തിൽ രക്തം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് അർജുന് ഉത്തരവും ഉണ്ടായിരുന്നില്ല. ഇവയെല്ലാം അർജുൻ കേശവന്റെ വീട്ടിൽ പോയി എന്നതിന് തെളിവായി കോടതി സ്വീകരിച്ചു. കേസിൽ 2021 സെപ്റ്റംബർ 17-നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 ഏപ്രിൽ 24-ന് വയനാട് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി അർജുനെ കുറ്റക്കാരനായി വിധിച്ചു. പ്രതിക്ക് വധശിക്ഷയും വിധിച്ചു. നിങ്ങളുടെ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കുന്നുവെന്നും പറഞ്ഞാണ് നെല്ലിയമ്പം കേസിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജി SK അനിൽകുമാർ ശിക്ഷാവധി വായിച്ചത്.
ഭവനവേദനത്തിനും തെളിവ് നശിപ്പിച്ചതിനുമുള്ള ശിക്ഷാവിധികളും വായിച്ചു കേൾപ്പിച്ചു. 2 മിനിറ്റ് കൊണ്ട് ശിക്ഷാവിധി വായിച്ചു തീർത്തു. തൂക്കുമരമാണ് ശിക്ഷ എന്ന് കേട്ടിട്ടും കോടതി മുറിയിലെ പ്രതിക്കൂട്ടിൽ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു പ്രതി അർജുൻ.